ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് പ്രസംഗിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അബ്രഹാമിൻ്റെ 7 വിധ അനുഗ്രഹങ്ങളെ കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരുന്നത്. 7 വിധ അനുഗ്രഹങ്ങളിൽ അദ്ദേഹം എന്നും ദൈവത്തിന് മുമ്പിൽ തൃപ്തിയുള്ളവനായിരുന്നു, അല്ലെ? എപ്പോഴും അതിനു വേണ്ടി ദൈവത്തെ അനുസരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം എന്നും ചെയ്തിരുന്നു. എങ്കിലും തൻ്റെ ജീവിതത്തിലെ ചില പാകപ്പിഴകൾ കൊണ്ട് വളരെയധികം ദുഃഖങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നതായിട്ടും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനമായി ചിന്തിച്ചത് 17-ാം അധ്യായത്തിലായിരുന്നു. 17-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായ അവൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും അവനോടുകൂടെ പരിച്ഛേദന ഏറ്റു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വീണ്ടും ദൈവം കൂടുതൽ അവൻ മെച്ചമായിട്ട് അവൻ അനുഗ്രഹങ്ങളിലേക്ക് തിരിക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി എന്ന് അവിടെ കാണുന്നു, അല്ലെ? അപ്പം നമ്മൾ ഈ പ്രത്യക്ഷതകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിതു, അല്ലെ? മമ്രയുടെ തോപ്പ്. അപ്പൊ മമ്രയുടെ തോപ്പിന് വളരെയധികം പ്രാധാന്യം കാണുന്നുണ്ട്. അവിടെ തന്നെയാണ് ദൈവത്തിന് വേണ്ടി അബ്രഹാം എന്ത് ചെയ്തത്? യാഗപീഠം പണിതു എന്ന് നമുക്ക് 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ തന്നെ യഹോവയായ ദൈവം വെളിപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം മനുഷ്യരൂപത്തിലാണ് അബ്രഹാമിന് അവിടെ പ്രത്യക്ഷനാകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പം അവിടെയും മനുഷ്യനായിട്ട് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം പഴയ നിയമത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? മനുഷ്യനായിട്ടുള്ള പ്രത്യക്ഷപ്പെടൽ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? പുതിയ നിയമത്തിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായ കാര്യം എന്താണ്? ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? സംഖ്യാപുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനും അല്ല എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തിന് മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവൻ മനുഷ്യനായി പ്രത്യക്ഷപ്പെടുന്നത് അവിടെ എങ്ങനെയാണ്? പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു.
യഹോവയെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ എൻ്റെ യജമാനത്തി സാറയെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം അവിടെയെല്ലാം ദൈവം പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ഈ 18-ാം അധ്യായത്തിലും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ബാക്കി വാക്യങ്ങളൊക്കെ വായിക്കും, 19-ാം അധ്യായം ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയായ ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 18-ാം അധ്യായത്തിൽ വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്നും അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ കൂടെ 2 പുരുഷന്മാർ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവവും 2 ദൂതന്മാരുമാണ് എന്നുള്ളതാണ് ആ പുരുഷന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോട് കൂടെ പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹോവ അരുളി ചെയ്തു, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ എന്ന് അവിടെ വായിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ കാണുന്ന മറ്റൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ രണ്ട് ദൂതന്മാർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈകുന്നേരത്ത് സോദോമിൽ എത്തി എന്ന് കാണുന്നു. അപ്പോ യഹോവയും 2 ദൂതന്മാരുമായിരുന്നു അബ്രഹാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ദൂതന്മാർ ആരാണ്? ഈ ദൂതന്മാരും മനുഷ്യവേഷത്തിലാണ് വന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18:1 2 വരെയുള്ള വാക്യങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. സോദോമിൽ എന്താണ്? സോദോമിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ 2 ദൂതന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ യഹോവയായ ദൈവത്തിന്റെ കൂടെ 2 ദൂതന്മാർ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ട് അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ എന്ത് ചെയ്തു? നിലം വരെ കുനിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. ആസാരം, വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ. ഞാൻ ഒരു മുറിയപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നു എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടിൽ നിന്ന് ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിന് ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ എണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചിരുന്നു. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിരുന്നു. വാഗ്ദത്തം കൊടുക്കാൻ പോവുകയാണ്. സാറയ്ക്ക് മക്കളുണ്ടാകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അപ്പോ അവിടെ നമുക്ക് കാണുമ്പോൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 18-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു.
എന്താണ് സാറ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിരിക്കുവാൻ കാരണമായതിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? അബ്രായും സാറായും വയസ്സിൽ നിന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്ക് ഉള്ള പതിവ് സാറയ്ക്ക് എന്ത് ചെയ്തു? നിന്ന് പോയിരുന്നു. ആകയാൽ സാറ ഉള്ളത് കൊണ്ട് ചിരിച്ചു, വൃദ്ധനായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാവുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രാമിനോട്, വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അല്ലെ, യഹോവയായ ദൈവത്തിന് കഴിയാത്ത വല്ലു കാര്യവും ഉണ്ടോ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 32-ന്റെ 17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 32:17 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 17-ാമത്തെ വാക്യത്തിൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് അവിടെ കാണുന്നു. അപ്പൊ യഹോവയായ ദൈവത്തിന് അസാധ്യങ്ങളൊന്നും തന്നെയല്ല, എല്ലാം അവന്റെ കരങ്ങളിൽ സാധ്യമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലവും സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ ആയിരുന്നു അബ്രഹാം വിളിച്ചുകൊണ്ടിരുന്നതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ വിളിക്കുന്നത് ആരെയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ വിശ്വാസ കണ്ണുകളിൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അല്ലേ? ആ ദൈവത്തിന്റെ കൈകൾ എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും കുറുകിപ്പോയിട്ടില്ല. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? അല്ലെ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? ആ യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പം, യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ലു കാര്യമുണ്ടോ? അല്ലേ, യഹോവയായ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം അവൻ എന്താണ്? സകല ജഡത്തിന്റെയും ഉടയവനായ ദൈവമായത് കൊണ്ട് അവന് കഴിയാത്തതൊന്നുമില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പൊ സാരയുടെയും അബ്രാഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് ദൈവം ഉറപ്പിച്ചു പറയുന്ന കാഴ്ചയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, യാത്ത കാര്യമുണ്ടോ? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. 25 വാക്യത്തിൽ, അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും സകലവും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് അബ്രഹാം വിളിച്ചിരിക്കുന്നത്. പക്ഷെ അബ്രഹാമിന് ഉറപ്പില്ല. അതുകൊണ്ട് അബ്രഹാം സാറയും എന്താണ്? പലപ്പോഴും ചിരിച്ചു. അവർ ലോകത്തിലേക്ക് നോക്കി, ചുറ്റുപാടുകളെ നോക്കി, അവരുടെ പ്രശ്നങ്ങളെ നോക്കി, അവരെ കൊണ്ട് ഇനി നടക്കുമോ എന്നുള്ള കാര്യം അവരെന്താണ്? ചിന്തയിലായിരുന്നു. അവർ ചിന്തിക്കുകയായിരുന്നു. കാരണം അവരെ കൊണ്ട് നടക്കുമോ? നമ്മളെ നോക്കി പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പറയാറുണ്ട്, ഇനി നടക്കുമോ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ നടക്കുമോ, അല്ലെ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു സമയം കൊടുത്തു നോക്കിയേ, അവൻ വലിയവ ചെയ്യുന്ന ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പൊ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ സകലവും സാധ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്ന നല്ല ദൈവമാണ്. അവൻ നിങ്ങളുടെ ഏത് പ്രതിസന്ധികളാണെങ്കിലും പ്രതികൂലങ്ങളാണെങ്കിലും നിങ്ങളെ താങ്ങും എന്നുള്ള കാര്യമാണ് അബ്രഹാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? അപ്പോ അവിടെ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാണ്ട് കഴിഞ്ഞ് ഈ സമയമാവുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാവുമെന്ന് അരുളിച്ചെയ്തു. അപ്പൊ എന്താണ്? സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്തു. അപ്പൊ അടുത്ത വാക്യത്തിലിരിക്കുകയാണ്, സാറ് ഭയപ്പെട്ടു. ഇല്ല ഇല്ല, ഞാൻ ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളിച്ചെയ്തു. അപ്പൊ എന്താണ്? സാറ ദൈവം മുമ്പാകെ എന്ത് ചെയ്തു? കള്ളം പറയുകയാണ്. അത് അവളുടെ പാപ സ്വഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12:13 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നു. നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അല്ലേ? പണ്ടും സാറ കുറച്ച് കള്ളമൊക്കെ പറയുന്ന സ്വഭാവമുണ്ട്, അതാണ് അവിടെ കാണിക്കുന്നത്. അല്ലേ? ഇവിടെയും സാറ അതേ കാര്യം തന്നെ പറയുകയാണ്. ഞാൻ ചിരിച്ചില്ല. അവൾ ചിരിച്ചായിരുന്നു ആദ്യം ഇതൊക്കെ പറഞ്ഞപ്പോൾ. അവൾ ലോകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ്? ഇത് അസാധ്യമാണല്ലോ എന്ന് അവളും അവളുടെ ഭർത്താവായ അബ്രഹാമും അങ്ങനെ ചിന്തിച്ചു. പക്ഷെ എങ്കിലും ദൈവം എന്താണ്? ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലായിരുന്നു. ദൈവം അവിടെ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞു, സോദോം വഴിയിലേക്ക് തിരിഞ്ഞു എന്ന് അവിടെ കാണുന്നു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരുടെ കൂടെ പോയി. അപ്പോൾ യഹോവ അരുളിച്ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അല്ലെ? ദൈവം പറയുകയാണ് അബ്രഹാമിനോട്. ഇത്രയും ഭാഗ്യം, അല്ലെ? അബ്രഹാമിനോട് ദൈവം നേരിട്ട് വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് പറയുന്നത്? എനിക്ക് അബ്രഹാമിനോട് പറയുകയാണ്. അപ്പോൾ യഹോവ അരുളിച്ചെയ്തു, ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് ഞാൻ ഒരിക്കലും മറച്ചു വയ്ക്കത്തില്ല. ദൈവം അങ്ങനെയാണ്. ദൈവത്തിന്റെ ഭക്തനോട് ഒരു കാര്യങ്ങളും ദൈവം എന്ത് ചെയ്യത്തില്ല? മറച്ചു വയ്ക്കുന്ന ദൈവമല്ല എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് എന്നുള്ളതാണ്, അല്ലെ? നമ്മളെ മറച്ചു വെച്ച് അവനൊരു കാര്യങ്ങളും ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം വലിയവനാണ്. അവന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവനെല്ലാം എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും, അല്ലെ? അവരെ അറിയിക്കുകയും ചെയ്യും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. അല്ലെ? ദൈവം ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഭക്തന്മാര്, അവന്റെ സഹിത്വമുള്ള അവന്റെ സഹചാരികളായ അവനെ വിളിക്കുന്ന ആളുകളെ അവൻ നേരത്തെ അറിയിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതനാണോ? നിങ്ങൾ ദൈവത്തുമായ ഒരു സഹിത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ദൈവം നിശ്ചയമായി നിങ്ങളെ അറിയിച്ചിട്ട് ഒരു കാര്യം അവൻ ചെയ്യുകയുള്ളൂ. അങ്ങനത്തെ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരും, അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടും. അല്ലേ? അപ്പൊ അബ്രഹാമിനോട് ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല? മറച്ചു വെക്കാതെ എല്ലാം പറയുകയാണ്. കാരണം നല്ല സഹിത്വം,
അല്ലേ? നല്ല ഭക്തനാണ് അബ്രഹാം, നല്ല സഹിത്വവുമുണ്ട്, അതുപോലെ തന്നെ സ്നേഹിതനാണ്. ഇതെല്ലാം അബ്രഹാമിനുള്ളത് കൊണ്ട് തന്നെയും അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അടുത്ത വാക്യത്തിലേക്ക് അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ച് കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാനവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണം, അവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. എന്താണ്? യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്ത് അവൻ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ച് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാനവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ തലമുറകൾക്ക് വേണ്ടിയാണ് അബ്രഹാമിനെ ഇവിടെ അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ തലമുറയെ ഓർത്തുകൊണ്ടാണ് അവനൊരു കാര്യം ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് അബ്രഹാമിനോട് പറയുന്നത്. ഇന്ന് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അബ്രഹാമിന് തലമുറയെ ദൈവം ഓർത്തു, അല്ലെ? ഇന്ന് ഓർക്കുന്നു. ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കുമ്പോൾ ഇന്നും ദൈവം ആ ജനതയെ സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? തലമുറകളെ കാണുന്നു. അബ്രഹാം ഒരുത്തൻ ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനം മുഴുവൻ ഇന്നും നശിക്കാതെ അവർ വിടുവിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതരായി അവരിന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിന് അസാധ്യങ്ങളൊന്നും തന്നെയില്ല, അല്ലേ? നമ്മുടെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളില്ല. അടുത്ത വാക്യത്തിലേക്ക് എഴുതിയ അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അബ്രഹാം അടുത്തി എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിൽ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയല്ലയോ എന്ന് അവിടെ ചോദിക്കുകയാണ്, അല്ലേ? അപ്പോൾ ക്ഷമിക്കുകയില്ലയോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരു നീതിമാൻ, അല്ലേ? അതിലെ 50 നീതിമാനത്വം ആ സ്ഥലത്തോട് നീ ക്ഷമിക്കൂ, പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അബ്രഹാം അടുത്ത് ചെന്ന്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അല്ലെ? സർവഭൂമിക്കും ന്യായാധിപതിയായ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരെ ന്യായപാലനം ചെയ്യും. അപ്പൊ ന്യായപാലനം, അല്ലേ? അത് ദൈവത്തെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം അബ്രഹാം വെളിപ്പെടുത്തുന്നു. എന്താണ്? ദൈവം അവനോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അവൻ പറയുകയാണ്. എന്താണ്? 50 നീതിമാന്മാർ, അല്ലേ? അവിടെ നമ്മൾ കാണുന്നത് ന്യായാധിപതിയായ ഒരു ദൈവത്തെ അവൻ വെളിച്ചത്ത് കാണിക്കുകയാണ്. വെളിപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പോ
അവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ യഹോവ ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ട ഞാൻ എന്ത് ചെയ്തു, അവരെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇവിടെ സർവ്വഭൂമിക്കും ന്യായാധിപതിയായവൻ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 58 അധ്യായം അതിന്റെ 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 58:11 വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ന്യായാധിപതിയായ ദൈവത്തെ ആര് പരിചയപ്പെടുത്തുകയാണ്? ഇവിടെ അബ്രഹാം പരിചയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തിരിക്കണം, നീതി പ്രവർത്തിക്കാതിരിക്കുമോ യഹോവയായ ദൈവം? അല്ലേ, ആവർത്തന പുസ്തകം 32 അധ്യായം അതിന്റെ 4 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ആവർത്തന പുസ്തകം 32:4 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം. അപ്പൊ ദൈവത്തിന്റെ വഴികൾ എന്താണ്? ന്യായമുള്ളതാണ്. അവന്റെ വഴി എന്തല്ല, അനീതി നിറഞ്ഞതല്ല. അവന്റെ വഴി ന്യായമുള്ള വഴിയാണ് എന്നാണ് ദൈവത്തെക്കുറിച്ച് അബ്രഹാം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ദൈവവചനവും അങ്ങനെ തന്നെയാണ് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചയെ. നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അപ്പോ 26 വാക്യത്തിലേക്ക് വരുമ്പോ, അതിന് യഹോവ, ഞാൻ സൊദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു, എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കുമെന്ന് അരുളിച്ചെയ്തു. അപ്പൊ എന്താണ് അബ്രഹാം പറയുന്നത് പോലെ, അല്ലെ? അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു, അല്ലെ? 12 അധ്യായത്തില്, അല്ലെ, അതിനകത്ത് നിന്റെ പേർ വലുതാക്കും, നീ അനുഗ്രഹിക്കുന്നവരെയൊക്കെയും ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ശ്രദ്ധിക്കണം, അതല്ലേ അവിടെ പറഞ്ഞത്. 18 അധ്യായത്തില് 23 വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്തായിരുന്നു ഈ പറയുന്ന കാര്യം? ശ്രദ്ധിക്കണം, എന്താണ്? 50 പേരുടെ കാര്യം. 50 നീതിമാന്മാരിൽ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ, 5 പേർ കുറഞ്ഞത് കൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അരുളിച്ചെയ്തു. അപ്പോ അബ്രഹാം 50 പേരെന്ന് പറഞ്ഞുള്ളൂ, പക്ഷെ ദൈവം പറഞ്ഞു 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് ആര് പറയാണ്? ദൈവം പറയാണ്. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു, പക്ഷെ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ 40 പേരെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്നും അവൻ അരുളിച്ചെയ്തു. അപ്പോ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അവിടെ നിവർത്തീകരണം വരികയാണ്. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കെല്ലാം നിവർത്തീകരണം ഉണ്ടാകുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അതിന് അവൻ എന്ത് ചെയ്തു? ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവെ കോപിക്കരുത്, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്നും അരുളിച്ചെയ്തു. അടുത്ത വാക്യത്തിലേക്ക്, ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ 20 പേരെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അരുളിച്ചെയ്തു. 32 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അവൻ, കർത്താവെ കോപിക്കരുത്, ഞാൻ ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അരുളിച്ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്ത് ചേർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തന്റെ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ അവൻ, കർത്താവെ കോപിക്കരുത്, ഞാൻ ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷെ 10 പേരവിടെ ഉണ്ടെങ്കിലോ. അപ്പൊ അബ്രഹാം പറയുന്നത് പോലെ ദൈവം ചെയ്യുകയാണ്. അബ്രഹാമിന് എന്തുണ്ടായിരുന്നു? അങ്ങനെ ഒരു ശക്തം അല്ലെങ്കിൽ സ്നേഹബന്ധം ദൈവത്തോടുണ്ടായിരുന്നു.
അപ്പോൾ അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? നിവർത്തിക്കുവാൻ തുടങ്ങി എന്നുള്ള കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യഹോവയായ ദൈവം വലിയവ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവവുമായി നല്ല സ്നേഹബന്ധത്തിലാണോ? സ്നേഹബന്ധത്തിലാണെങ്കിൽ അവൻ നിങ്ങൾ പറയുന്നത് പോലെ അവൻ എന്ത് ചെയ്യത്തില്ല, പറയുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും എന്നുള്ള കാര്യമാണ് അവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അബ്രഹാം ആദ്യം 50 പേരെന്ന് പറഞ്ഞു, 50 എന്ന് പറഞ്ഞപ്പോൾ 45 പേരാക്കി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പിന്നീട് എത്ര പേരായി? 20 പേരായി. പിന്നെ അത് 10ലേക്ക് വന്നു. എല്ലാം ദൈവം അംഗീകരിച്ചു. അതെന്താണ്? ആ സ്നേഹബന്ധം. നിങ്ങൾ ദൈവവുമായി നല്ല സ്നേഹബന്ധത്തിലാണോ? അവൻ നിങ്ങൾ പറയുന്നത് കേൾക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. അവൻ വലിയവ ചെയ്യുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ യഹോവയായ ദൈവം അവിടുന്ന് പോയി. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 19-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം അവിടെ എഴുതിയിരിക്കുന്ന ആ 2 ദൂതന്മാരെന്ന് ഉറക്കെ കാണുന്നു. എന്താണ്? യഹോവയായ ദൈവം മടങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ 2 ദൂതന്മാർ എവിടെ ചെന്നു? അവർ മനുഷ്യവേഷത്തിലാണ് ഈ 2 ദൂതന്മാർ. അവരെന്താണ്? എങ്ങോട്ട് പോവുകയാണ്? 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോസ് സോതോം പട്ടണവാതിക്കൽ, അല്ലെ? പട്ടണവാതിക്കല ലോത്ത്, അല്ലെ? ലോത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പോൾ ലോത്ത് സോതോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഈ പട്ടണവാതിക്കൽ. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 20-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഹാമോരും അവന്റെ മകനായ ശേഖേമും തങ്ങളുടെ പട്ടണ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു, അല്ലേ? അവിടെ പട്ടണ ഗോപുരം എന്ന് ഒക്കെ, വാതിൽ എന്നൊക്കെ അതിനെ കുറിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പട്ടണവാതിൽക്കൽ എന്ന് ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു എന്നാണ് ലോത്തിനെ കുറിച്ച് അവിടെ കാണുന്നത്. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പി, കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയാമാവാം എന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കുമെന്നവർ പറഞ്ഞു. അവനെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് അവനെ അവർക്ക് വിരുന്നുണ്ടാക്കി. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തുനിന്ന് അപാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു, അല്ലെ? ഭോഗിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ, പുരുഷന്മാരോട് കൂടെ ശയിക്കുന്ന ഒരു ജനം, അല്ലെ? ഏറ്റവും വലിയ പാപമായിട്ട് ബൈബിൾ അതിനെ കാണുന്നു, അല്ലെ? ദൈവം കൊടുത്ത പ്രമാണത്തിൽ തന്നെ അത് തെറ്റായ ഒരു മരണശിക്ഷയായിട്ടാണ് അതിനെ കാണുന്നത്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ 18-ന്റെ 22 വായിക്കുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ യഹോവയാകുന്നു, സ്ത്രീ സ്ത്രീയോടെന്ന പോലെ പുരുഷനോട് കൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോ മ്ലേച്ഛമായ ഒരു കാര്യം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ?
അങ്ങനെ ഒരു മ്ലേച്ഛത അവിടെ ഉണ്ടാകുന്നു അല്ലെ. വേറൊരു ഭാഗത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, ലേവ്യ 20:13 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയാണ്, സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങളുടെ ഒരു രേഖ തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപങ്ങൾ അവിടെ കുന്നുകൂടിയിരുന്ന ഒരു കാഴ്ചയും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു. ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് കതക് അടച്ചു വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുത്. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത്. ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിന്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. മാറി നിൽക്കുക എന്ന് അവർ പറഞ്ഞു. അല്ലെ, ലോത്ത് നീതിമാനായിരുന്നു എന്നുള്ളതാണ് ലോത്തിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എങ്കിലും സോതോമിന്റെ ജനങ്ങളുടെ ഇടയിൽ എന്താണ്, അയാൾക്ക് വലിയ സ്വാധീനതകളൊന്നും തന്നെ ലോത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ലോത്തിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ലോത്തും അബ്രഹാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ലോത്ത് ദൈവവചനങ്ങളിലും അല്ലെങ്കിൽ ദൈവീയ കാര്യങ്ങളിലും അത്ര ദൈവത്തോട് സഹിത്വം അല്ലെങ്കിൽ ദൈവത്തോട് സ്നേഹബന്ധം പുലർത്തുവാൻ ലോത്തിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അത് തന്നെ അവൻ്റെ ജീവിതത്തിന് ദോഷമായി തീർന്നു എന്നുള്ളതാണ് അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ അബ്രഹാമിനെ പോലെ ദൈവത്തോടൊപ്പം സഹിത്വം കൂടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം സ്നേഹബന്ധം കൂടുന്നവരാണെങ്കിൽ, നിങ്ങളെ നിശ്ചയമായും ദൈവം ഉയർത്തുക തന്നെ ചെയ്യും, മാനിക്കുക തന്നെ ചെയ്യും. ലോത്തിനെ പോലെ നീതിമാനാണെന്ന് പറയുകയും അതുപോലെ ദൈവവചനങ്ങളിൽ കാര്യമായ പിന്തുണയും സഹിത്വവും സ്നേഹബന്ധവും ദൈവത്തോട് പുലർത്താതെ, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തത കാണിക്കാതിരുന്നാൽ അത് ദോഷമായി തന്നെ ഭവിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഈ വചനത്തിലൂടെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അഡ്മിന്മാരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും എൻ്റെ കർത്താവ് കൽപ്പിച്ചരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിന് പോലും പൈസ മുടക്കുവാനില്ലാത്ത കുട്ടികളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവർക്ക് വഴിയും വാതിലുകളും എല്ലാം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ എല്ലാവരെയും ഇന്ന് കർത്താവ് ഇപ്പോൾ തന്നെ അനുഗ്രഹിച്ച് അവർക്ക് വഴിയും വാതിലും തുറന്നു കൊടുക്കണം. സാറയ്ക്കും അബ്രഹാമിനും കുഞ്ഞുങ്ങളിലായിരുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിച്ചപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകിയ, കാരണം മനുഷ്യരും ലോകവും തള്ളിയപ്പോൾ ഒരിക്കലും നടക്കുകയില്ല എന്ന സ്ഥാനത്ത് യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അവരുടെ ജീവിതങ്ങളിൽ ഇവിടെ ഉണ്ടാകുവാൻ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സോദരം മാനവും മഹത്വോപചരിക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോദരം.